കേരളത്തിലെ മുസ്ലിങ്ങളായ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. മഹത്തുക്കളായ പണ്ഡിതരുടെ ആർജവമുള്ള നേതൃത്വം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹത്തെ മനസ്സിലാക്കണമെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് കണ്ണോടിച്ച് നോക്കണം. മുസ്ലിം ഭൂരിപക്ഷ അറബി ഔദ്യോഗിക ഭാഷയായ രാജ്യങ്ങളിൽ പോലും കാണാത്ത ഇസ്ലാമിക ചലനങ്ങളുടെ ചടുലതയും ഉലമാക്കളുടെ ഇടപെടലുകളും നമ്മുടെ കേരളത്തെ മറ്റു നാടുകളിൽ നിന്ന് ഐശ്വര്യമാക്കുന്നുണ്ട്. ഇതുപോലൊരു സഫർ മാസം 14 നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായ, പകരം വെക്കാനില്ലാത്ത മഹാനാണ് കൻസുൽ ഉലമ ചിത്താരി ഹംസ ഉസ്താദ്. 1939 പട്ടുവത്തെ ഒരു സമ്പന്ന കർഷക കുടുംബത്തിൽ ജനിച്ച ഉസ്താദിനെ സാഹചര്യം മാടി വിളിച്ചത് ഭൗതിക രംഗത്തേക്കായിരുന്നു. പഴയ SLC-കാരനായ ഉസ്താദിന് കൂടുതൽ മാർക്ക് ലഭിക്കുകയും ഭദ്രമായ സാമ്പത്തിക സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഭൗതിക മേഖലയിൽ ഉയർന്ന വിദ്യാഭ്യാസമാണ് ജ്യേഷ്ഠനടക്കം പലരും നിർദ്ദേശിച്ചത്. പക്ഷേ അവരുടെ ഉൾവിളി മതരംഗത്തേക്കും മതവിജ്ഞാനത്തിലേക്കുമായിരുന്നു. ആ ഉൾവിളി ബാഹ്യ സാഹചര്യത്തെ അതിജയിച്ചു. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആരെങ്കിലും കൊണ്ട് അള്ളാഹു വലിയ ഗുണം ഉദ്ദേശിച്ചാൽ അവനെ മതകാര്യത്തിൽ വിവരസ്ഥനാക്കും എന്ന ഹദീസിന് ഉദാത്തമായ മാതൃകയായിരുന്നു കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്. പ്രാഥമിക പഠനങ്ങളെല്ലാം പട്ടുവത്തെ സൂഫി വൈദ്യനായിരുന്ന അബ്ബാസ് മുസ്ലിയാർ അടക്കമുള്ളവരിൽ നിന്നും പൂർത്തീകരിച്ച ഉസ്താദ് കാപ്പാട് ഖാദിയും വലിയ മഹാനുമായിരുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പടന്നയിലെ ദർസിലേക്കാണ് ആദ്യമായി യാത്ര തിരിച്ചത്. ഒരിക്കൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പടന്നയിലെ ദർസിലേക്ക് വന്നു. അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ ലഭിച്ച അവസരം മറ്റാർക്കും നൽകാതെ ഹംസ ഉസ്താദ് ഉപയോഗപ്പെടുത്തി. ആ സമയത്ത് പതി ഉസ്താദ്, നിനക്ക് ഷംസുൽ ഈമാനിലെ ബൈത്ത് അറിയുമോ എന്ന് ചോദിച്ചു. അതേ എന്നും പറഞ്ഞു. എന്നാൽ ചൊല്ലി എന്ന കൽപ്പന പതി ഉസ്താദിൽ നിന്നും വന്നു. ആ കിതാബിലെ എല്ലാ വരികളും സംശയലേശമന്യേ ചൊല്ലിക്കൊടുത്ത ഉസ്താദ് അടുത്ത കിതാബിലേത് ഓതണോ എന്ന് ചോദിച്ചു. വേണ്ട, എനിക്കറിയാം, നീ അതും പഠിച്ചിട്ടുണ്ടെന്ന് പതി ഉസ്താദ് മറുപടിയായി പറയുകയും ചെയ്തു. സെബുക്കുകളില്ലാത്ത ഇടവേളകളിൽ ഒരിക്കലും മറന്നു പോകാത്ത വിധം മനസ്സിൽ തറക്കുന്നത് വരെ പഠിക്കുന്നൊരു ശൈലിയായിരുന്നു ചിത്താരി ഉസ്താദിൻ്റേത്. ഉസ്താദിന്റെ ജീവിതം ഉടനീളം മുത്തഅല്ലിമീങ്ങൾക്കുള്ള പ്രചോദനമാണ്. കാപ്പാട് ഉസ്താദിന് പാതിരാത്രികളിൽ വുളൂഇനുള്ള വെള്ളം എടുത്തു കൊടുത്ത് ഖിദ്മത്ത് ചെയ്തപ്പോൾ കിട്ടിയ ദുആ ആണ് എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ നിദാനമെന്ന് ഹംസ ഉസ്താദ് തന്നെ പറയാറുണ്ടായിരുന്നു. പടന്നയിലെ പഠനത്തിന് ശേഷം ബാപ്പു മുസ്ലിയാറുടെയും CM വലിയുല്ലാഹിയുടെയും PA അബ്ദുള്ള മുസ്ലിയാറുടെയും അടുക്കൽ പഠിച്ച ഉസ്താദിൻ്റെ പ്രശോഭിതമായ കാലമായിരുന്നു വയക്കാട് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുക്കൽ. അവിടെ അഡ്മിഷൻ സമയത്ത് കുട്ടികൾ അധികമുണ്ടെന്നും ഇനി ഒരു കുട്ടിക്ക് കൂടി ഭക്ഷണം നൽകാനാവില്ലെന്നും അവിടുത്തെ മാനേജ്മെൻറ്റ് പറയുകയുണ്ടായി. എന്നാൽ എനിക്ക് ഭക്ഷണം വേണ്ട, സബക്ക് മാത്രം മതി എന്നായി ഹംസ ഉസ്താദ്. അങ്ങനെ സ്വന്തം പണം കൊണ്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അമ്പരന്ന് പോയ കമ്മിറ്റിക്കാർ ഒടുവിൽ ഉസ്താദിന് ഭക്ഷണം ഏർപ്പാടാക്കി. കണ്ണിയത്ത് ഉസ്താദും ഹംസ ഉസ്താദും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് ഏറെ ഭംഗി നൽകുന്നുണ്ട്. സിലബസുകൾ ഒരിക്കലും ഉസ്താദിന്റെ പഠനത്തിന് അതിർവറമ്പുകളായിട്ടില്ല. ഒഴിവു സമയങ്ങളിൽ സിലബസിൽ ഇല്ലാത്ത കിതാബുകളുമായി കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ചെല്ലുമായിരുന്നു. എത്രത്തോളം എന്നാൽ പെരുന്നാൾ ദിവസത്തിൽ പോലും കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ചെന്ന് സബഉൽ മുഅല്ലഖ പോലെയുള്ള സാഹിത്യ ഗ്രന്ഥങ്ങൾ ഹംസ ഉസ്താദ് ഓതി പഠിച്ചിട്ടുണ്ട്. തനിക്കുള്ള ഏക സഹോദരിയുടെ വിവാഹത്തിന് പോലും ദർസ് മുടക്കി വരില്ല എന്നും ഇത് കാരണമായി വിവാഹം മാറ്റിവെക്കുകയും ചെയ്ത ഉസ്താദിന്റെ കഥ നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. വായക്കാട് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജൂനിയർ വിദ്യാർത്ഥികൾക്ക് 12ഓളം കിതാബായിരുന്നു ഉസ്താദ് ഓതിക്കൊടുത്തിരുന്നത്. ഉസ്താദാണെങ്കിലോ കേവലം 6 കിതാബുകൾ മാത്രമായിരുന്നു ഓതിയിരുന്നത്. ഇത് കണ്ണിയത്ത് ഉസ്താദിന് ഹംസ ഉസ്താദിന്റെ കഴിവും പ്രതിഭയും ബോധ്യപ്പെട്ടതിന്റെ തെളിവാണ്. സമസ്തയുടെ മുഫ്തിയായിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ അക്കാലഘട്ടത്തിലെ എല്ലാ ഫത്വകളും ഹംസ ഉസ്താദിന്റെ കൈപ്പടയിൽ എഴുതിയതായിരുന്നു. ഉസ്താദ് ഒരു തികഞ്ഞ പ്രഭാഷകനായിരുന്നു. ആദർശ വൈദികളോടുള്ള ഉസ്താദിന്റെ ഖണ്ഡനങ്ങൾ സിംഹഗർജനങ്ങൾ തന്നെയായിരുന്നു. പാലൂട്ട് മൂസക്കുട്ടി ഹാജിയും TK അബ്ദുള്ള മൗലയും ജീവിച്ച കണ്ണൂരിൽ വഹാബികൾക്കും മൗദൂദികൾക്കും ഗ്രിപ്പ് കിട്ടാതെ പോയത് ചിത്താരി ഉസ്താദിനെ പോലുള്ള പണ്ഡിതരുടെ നേതൃത്വവും പ്രവർത്തനവും കൊണ്ടാണ്. മുദരിസ്, പ്രഭാഷകൻ, സംരംഭകൻ, സംഘാടകൻ, കേരള മുസ്ലിം ജമാഅത്ത് ശില്പി, അനാഥ അഗതി സംരക്ഷകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ തെളിഞ്ഞ അടയാളപ്പെടുത്തലുകൾ നടത്തിയ മഹാനാണ് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്. ജീവിതത്തിലെ ഓരോ ശ്വാസവും 1000 സന്ദേശങ്ങളാക്കി കടന്നുപോയ ആ മഹാമനീഷിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നാം അവരെക്കുറിച്ച് പഠിക്കുകയും വായിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. ഉസ്താദിൻ്റെ പാരത്രിക പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരോത്തരം ഉയർത്തട്ടെ.